നാളെ ഞാൻ തീർച്ചയായും ഒരുങ്ങി വരാം. പക്ഷേ ലൈലയിൽ ചില മാറ്റങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയ തോഴി സുൽത്താനോട് ഉണ്ണുന്ന ചോറിന് നന്ദി കാണിച്ചു. ഹുസൂർ, ലൈല കൊച്ചിനെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതോ ഒരു പോക്കും വരവും ഖൈസാണെന്ന് അവളെ ഞാൻ കൊട്ടി നോക്കി തടുവിട്ട് കൊടുക്കും. ഇനി ഒട്ടും താമസിച്ചില്ല. പാരമ്പര്യമായി ഉടനെ തന്നെ മാറ്റി മലമുകളിലെ കൊട്ടാരത്തിലേക്ക് ലൈലയെയും തോഴിയും. അന്നു രാത്രി തലേ ദിവസത്തെ തീരുമാനമനുസരിച്ച് ഖൈസ് ലൈലയെ കൊണ്ടുപോകാൻ അവരുടെ നിത്യസംഗമ സ്ഥാനത്തെത്തി കാത്തുനിന്നു. പക്ഷേ ലൈല എത്തിയില്ല. കാരണം അവൾ പിതാവിന്റെ തടവിലാണ്. ഖൈസ് ബസ്ര കൊട്ടാരത്തിന് പുറത്തുനിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഖൽബിന്റെ കൊട്ടാരം തൊട്ടിയടച്ചു നീ പോയതെങ്കിൽ പ്രിയേ, മോഹിച്ചു പോയൊരു സ്വപ്നങ്ങളൊക്കെയും കാലം ജലമായോ പ്രിയേ, കാനൽ ജലമായോ. ഒരു ഭ്രാന്തനെ പോലെ ഖൈസ് ലൈല ലൈല. മനസ്സിന്റെ സമനില തെറ്റിയ ഖൈസ് മജ്നുവിനായി കഴിഞ്ഞിരിക്കും. മുഴുഭ്രാന്തൻ. കൊട്ടാരത്തിൽ ഖൈസ് പരാതിയായി. അകലങ്ങളിൽ ഒരിടത്തു നിന്നും കണ്ടുപിടിക്കപ്പെട്ട ഖൈസിനെ കൊട്ടാരത്തിലെത്തിച്ചു. വിദഗ്ധ ചികിത്സ നൽകി. ഖൈസിന്റെ ഒരു സുഹൃത്ത് നൗഫൽ ബസ്രയിലെത്തി ഖൈസിന് വേണ്ടി ലൈലയെ ചോദിച്ചു. ലൈലയെ ഖൈസിന് വിവാഹം ചെയ്തു തരണം സുൽത്താൻ. ഇല്ല, എന്റെ ജീവനുള്ളതൊന്നും സാധ്യമല്ല. കാരണം പോയിന്റ് മുമ്പിൽ നിന്ന് ഭാഗ്യമായി. ഒപ്പം മറ്റൊരു വാർത്ത പ്രചരിപ്പിച്ചു. യുദ്ധത്തിൽ ഖൈസ് കൊല്ലപ്പെട്ടു. ക്രൂരനായ പിതാവ് ലൈലയുടെ വിവാഹം നടത്തി. വരൻ ലൈലയുടെ അകന്ന ബന്ധത്തിലുള്ള ഒരു മോചെറുക്കൻ ഹിബ്നു സലാം. പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ, ആ രാത്രിയിൽ തന്നെ മണിയറയിൽ വെച്ചുണ്ടായ മൽപ്പിടുത്തത്തിൽ അടിതെറ്റി വീണ് ഇബ്നു സലാം മരിച്ചു. അധികം വൈകാതെ തന്നെ ലൈലയുടെ പിതാവ് അന്തരിച്ചു. ലൈല ബസ്രയിലെ സുൽത്താനെ. അതിനിടയിൽ മറ്റൊരു അത്ഭുത വാർത്ത വരുന്നു. യമനും ബസ്രയും തമ്മിലുണ്ടായ യുദ്ധത്തിൽ ഖൈസ് കൊല്ലപ്പെട്ടിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ യമനിലെ സുൽത്താനായി വാഴുന്നു. ഖൈസ് ലൈലയെ കാണുവാൻ ബസ്രയിലെ കൊട്ടാരത്തിലെത്തി. ആത്മസംതൃപ്തിയുടെ പ്രേമ പരിപൂരണത്തിന്റെ നിർവൃതിയിൽ അവർ ഇരുവരും അലിഞ്ഞു ചേർന്നു. ഖൈസ്, എന്റെ ഖൈസ്, ലൈല, എന്റെ പ്രിയപ്പെട്ട ലൈല. ചിരകാല പ്രേമ സാഫല്യത്തിന്റെ ആ നിമിഷത്തിൽ വികാരാവേശത്തിന്റെ വേലിയേറ്റത്തിൽ ലൈല ബോധരഹിതയായി വീണു. ോടിയായിട്ടുന്ന ലൈല അധികനാൾ കഴിയുന്നതേ ഇഹലോകവാസം പിടിച്ചു. പ്രേമം ശബ്ദമായി തീർന്ന അന്ത്യനിമിഷത്തിൽ പ്രേയസി വേർപിരിഞ്ഞ ദുഃഖത്തിൽ ഖൈസ് വീണ്ടും മജ്നൂനായി തീർന്നിരിക്കുന്നു. അവനതാ ലൈലയുടെ ഖബറടത്തിൽ തലയടിച്ച് വിളിച്ചു, ലൈല, ഞാനും വരുന്നു, നീ പോയിടത്തേക്ക് ഞാനും വരുന്നു. ലൈലയുടെ ഖബറടത്തിൽ തലതല്ലി രക്തം ചിതറി മരിച്ചു കിടക്കുന്നു. ഒരൈതിഹാസിക പ്രണയ കാവ്യത്തിന്റെ അന്ത്യം. കഥ പറയും